നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥ്യോऽധ്യായഃ. തസ്മാദജ്ഞാനസംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മനഃ ചിത്വന്യം സംശയം യോഗമാദിഷ്ടോദിഷ്ട ഭാരത. ഹേ ഭാരത, അതുകൊണ്ട് അജ്ഞാനം കൊണ്ടുണ്ടായതും മനസ്സിലുള്ളതുമായ നിന്റെ ഈ സംശയത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ചിട്ട് യോഗത്തെ അനുഷ്ഠിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അഥ ചതുർത്ഥോऽധ്യായഃ. ജ്ഞാനകർമ്മസന്ന്യാസയോഗഃ. ശ്രീഭഗവാനുവാച. ശ്ലോകം 13. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. തസ്യ കർത്താരമപി മാം വിദ്യ കർത്താരമവ്യയം. അർത്ഥം: ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗമനുസരിച്ച് ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിക്കുന്നു. നിഷ്ക്രിയനും അനശ്വരനുമായ എന്നെ തന്നെ അതിന്റെയും ചാതുർവർണ്ണ്യത്തിന്റെയും സൃഷ്ടാവായി അറിയുക. ഹരി ഓം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 4-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥ്യോऽധ്യായഃ. ജ്ഞാനകർമ്മ സന്ന്യാസയോഗഃ. ശ്രീഭഗവാനുവാച. കിം കർമ്മ കിമകർമ്മേതി കർമ്മയോ പ്രത്തമോഹിതാഃ തത്തോ കർമ്മ പ്രതീക്ഷ്യാമി യജ്ഞാമോക്ഷശേഷുപാത്. കർമ്മമെന്ത് അകർമ്മമെന്ത് എന്ന കാര്യത്തിൽ കാന്തർഷികൾ പോലും ഭ്രമമുള്ളവരാണ്. ഇതോ എന്ന് അറിഞ്ഞാൽ നീ പാപത്തിൽ നിന്നും മുക്തനാകുമോ? ആ കർമ്മത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥോऽധ്യായഃ. ജ്ഞാനകർമ്മ സന്ന്യാസയോഗഃ. ശ്രീഭഗവാനുവാച. ശ്ലോകം 15. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത്തം പൂർവൈ പൂർവതരം കൃതം. അർത്ഥം: ഈ തത്വത്തെ അറിയുന്നവരായ പൂർവികന്മാരായ മുമുക്ഷുകൾ കൂടി നിഷ്കാമ ബുദ്ധിയോടുകൂടി കർമ്മം അനുഷ്ഠിച്ചു. അതുകൊണ്ട് പൂർവ്വന്മാർ പണ്ട് ചെയ്തതുപോലെ നീയും കർമ്മം ചെയ്യുക തന്നെ വേണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ തൃതീയോऽധ്യായഃ. കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച. നഹി കക്ഷിക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യത്തെ ഹ്യവശകർമ്മ സർവഃ പ്രകൃതിജൈർഗുണൈഃ. ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാനാവില്ല. ഓം നമോ ഭഗവതേ നമഃ. കർമ്മണോ ഹി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മത്തിന്റെ സ്വരൂപവും അറിയേണ്ടതുണ്ട്, അകർമ്മത്തിന്റെ സ്വരൂപവും വികർമ്മത്തിന്റെ സ്വരൂപവും അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിന്റെ ഗതി അറിയാൻ വളരെ വിഷമമുള്ളതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ചതുർത്ഥ്യോऽധ്യായഃ. ജ്ഞാനകർമ്മ സന്ന്യാസയോഗഃ. ശ്ലോകം 19. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവഞ്ചിതാഃ ജ്ഞാനാഗ്നിധത്വകർമാണം തമാഹു പണ്ഡിതം ഭൂതാഃ. അർത്ഥം: ഏതൊരുവന്റെ സർവകർമ്മങ്ങളും ഫലേച്ഛ വിട്ടതാണോ ജ്ഞാനാഗ്നിയിൽ കർമ്മം
ദഹിച്ചുപോയ അവനെ വിദ്വാൻമാർ പണ്ഡിതൻ എന്ന് വിളിക്കും.